മധുരയിൽ ഫേമസ് കൊത്തു പൊറോട്ട മാത്രമല്ല, ഈ ഇടിയപ്പമൊക്കെ പിച്ചിട്ടുണ്ടാക്കി എടുക്കുന്ന കൊത്ത് ഇടിയപ്പവും ഇവിടെ ഭയങ്കര ഫേമസ്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം അവർ ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പാണ് ഇത് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ചിക്കൻ ഇടിയപ്പം ഉണ്ടാക്കണം. നേരത്തെ കിട്ടിയത്. അതിലേക്ക് ധാരധാരയായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അതിലേക്ക് ഒരു വലിയ കപ്പ് നിറയെ മുട്ട നന്നായിട്ട് കലക്കി അടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പ്രധാന ഐറ്റമായ ഇടിയപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ടാണ് അവർ പിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുത്ത് കിട്ടും. മിക്കവാറും ഈ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ബോക്സിൽ പൊങ്കാല ഇടാനാണ് സാധ്യത. തീർന്നിട്ടില്ല. ചിക്കൻ കൊത്തിടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തത് അവർ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചിക്കൻ ഇടിയപ്പത്തിന് പുറമെ തന്നെ ബോട്ടിയുടെ കൊത്തിടിയപ്പം അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ മട്ടൻ്റെ കൊത്തിടിയപ്പം അവൈലബിൾ ആണ്. മുട്ടയുടെ കൊത്തിടിയപ്പം അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് ചിക്കൻ കൊത്തിടിയപ്പമാണ്. ഇനി അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചിക്കൻ്റെ ഗ്രേവിയാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുകളിലായിട്ട് ഇത് വെള്ള കളറിൽ സാധനം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് പാലാണോ തേങ്ങാപ്പാലാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്ത് ഇനി കൊത്തലിൻ്റെ പരിപാടിയാണ്. കുറച്ചുകൂടെ ചിക്കൻ ഫ്രൈ അവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഒരു ബക്കറ്റ് നിറച്ച് ചിക്കൻ ചേർത്തു. വീണ്ടും കുറേ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തത് പൊടിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊത്തിടിയപ്പം റെഡിയായി. അതായത് ചിക്കൻ കൊത്തിടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ സാധനം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് ഞങ്ങൾ മധുരയിൽ പോയപ്പോഴത്തേക്കാണ് കഴിച്ചത്. അവിടുത്തെ ഒരു ഇന്ത്യൻ ഇടിയപ്പ കോർണർ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ സംഭവം കഴിച്ചത് കേട്ടോ. എന്തായാലും കൊത്തു പൊറോട്ട പോലെ കൊത്തിടിയപ്പവും നമ്മുടെ കേരളത്തിൽ ഫേമസ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്.